ഫ്രണ്ട്സ്, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നില്ലേ? കഴിഞ്ഞ വീഡിയോയിൽ നിങ്ങളെനിക്ക് തന്ന സപ്പോർട്ടിന് ഒരുപാട് താങ്ക്സ് ഉണ്ട്. എൻ്റെ ഫസ്റ്റ് വീഡിയോക്ക് തന്നെ ഇത്രത്തോളം സപ്പോർട്ട് കിട്ടുമെന്ന് ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല. 2000 പേര് കാണുന്നത് ഇത്ര വലിയ കാര്യമാണോ എന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും. പക്ഷെ തുടക്കക്കാരി എന്നുള്ള നിലക്ക് എനിക്കതൊരു വലിയ കാര്യമാണ്. ഇപ്രാവശ്യവും ഞാനൊരു ചെറിയ വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഇക്കയും മോളും പോയതിന് ശേഷമാണ് ഞാൻ വീഡിയോ എടുക്കാൻ തുടങ്ങിയത്. മോളും ഇക്കയും പോയതിന് ശേഷമാണ് ഞാൻ ചായ കുടിക്കാറ്. അതിനുശേഷം ഞാൻ ക്ലീനിങ്ങിന് നിന്നു. ഇടയ്ക്കൊക്കെ ഞാൻ മതിലും ക്ലീൻ ചെയ്യാറുണ്ട്. കുട്ടികൾ അവിടെ ഇവിടെയൊക്കെ ഓരോന്ന് വരച്ചു വെച്ചിട്ട് നല്ല വൃത്തികേടായിട്ടുണ്ട്. അപ്പം ഞാൻ കരുതി അവിടെയൊക്കെ ഒന്ന് ക്ലീൻ ചെയ്താൽ ഒരു പോസിറ്റീവ് എനർജി കിട്ടുമല്ലോ. എല്ലാ പണികളും തുടങ്ങുന്നതിന് മുമ്പേ ഞാൻ ഇതിൽ വെള്ളം നിറച്ച് വെക്കാറുണ്ട്. പക്ഷെ ഇന്ന് ഇത്തിരി വഴുകി. സ്കൂളിൽ പഠിച്ച സമയത്ത് ടീച്ചർ പറഞ്ഞു, രാവിലെ എഴുന്നേറ്റ ഉടനെ ഒരു ഗ്ലാസ് വെള്ളം കുടിക്കുന്നത് നമ്മുടെ ഹെൽത്തിന് വളരെ നല്ലതാണ്. അതിനുശേഷം ഇന്ന് വരെ ഞാൻ ഫോളോ ചെയ്യുന്നുണ്ട്. എൻ്റെ ഹെൽത്ത് ചേഞ്ച് ആയിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല, ഉണ്ടായിട്ടുണ്ടാകാം. എന്തായാലും നല്ല ശീലമാണെന്ന് ഡോക്ടേഴ്സ് പറയുന്നത് കേൾക്കുമ്പോൾ എനിക്കുറപ്പുണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ എൻ്റെ കുട്ടികൾക്കും അത് ശീലിപ്പിക്കുന്നുണ്ട്. പനക്കൽക്കണ്ടം വാങ്ങിയത് ബോട്ടിലിട്ട് വെക്കാനുണ്ടായിരുന്നു. അതാണ് ഞാനിപ്പോൾ ചെയ്യുന്നത്. കുട്ടികൾക്കും മുതിർന്നവർക്കും ഈ പനക്കൽക്കണ്ടം നല്ലതാണല്ലോ. ഇനി അതൊന്ന് പൊടിച്ചു വെച്ചാൽ ഉപയോഗിക്കാൻ കുറച്ചും കൂടി ഈസി ആയിരിക്കും. ഞാനുണ്ടല്ലോ, ഒരു പ്രാവശ്യം ഒരു ഷോപ്പിൽ പോയപ്പോൾ ഒരു ടീപ്പോട്ട് കണ്ടിരുന്നു. അന്ന് അതെനിക്ക് ഒരുപാട് ഇഷ്ടമായി. പക്ഷെ അതൊന്നും എനിക്ക് വാങ്ങാൻ കഴിഞ്ഞില്ല. വിലയും കൂടുതലായിരുന്നു. അന്ന് ഞാൻ വേറൊരു സ്ഥലത്ത് പോകുന്നത് കൊണ്ട് തിരിച്ചു വരുമ്പോഴേക്കും ചിലപ്പോൾ അത് പൊട്ടിപ്പോകും. പിന്നീട് ഒരിക്കൽ ഞാനത് വാങ്ങാൻ പോയപ്പോൾ അവിടെ അത് ഉണ്ടായിരുന്നില്ല. പിന്നീട് ഏത് ഷോപ്പിൽ പോയാലും ഞാൻ തിരയുന്ന ഒരു ഐറ്റമാണ് ഈ ടീപ്പോട്ട്. ഇനി അതെനിക്ക് കിട്ടില്ല എന്ന് ഉറപ്പിച്ച സമയത്താണ് എനിക്കിത് കിട്ടിയത്. അതേ സെയിം സാധനം അതിനേക്കാൾ വില കുറഞ്ഞാണ് ഞാൻ വാങ്ങിയത്. ആത്മാർത്ഥമായിട്ട് നമ്മൾ ആഗ്രഹിക്കുന്ന എന്തൊരു കാര്യമാണെങ്കിലും അത് നമ്മളെ തേടി തന്നെ വരുമെന്ന് എനിക്കൊരുപാട് അനുഭവങ്ങളിൽ നിന്ന് മനസ്സിലായിട്ടുണ്ട്. നിങ്ങൾക്കും അതുപോലുള്ള അനുഭവങ്ങൾ ഉണ്ടായിട്ടില്ലേ? എന്താണെങ്കിലും ഒന്ന് കമൻറ്റ് ചെയ്യണേ. നമ്മുടെ റൂമായാലും കിച്ചണായാലും കുറച്ചൊക്കെ ചേഞ്ച് കൊണ്ടുവരുന്നത് ഒരു ഫ്രഷ് ഫീൽ തരുന്നൊരു കാര്യമാണ്. എനിക്ക് നല്ല ഇഷ്ടമാണ് അങ്ങനെ ഇടയ്ക്ക് ചേഞ്ച് ആക്കുന്നത്. ഒരുപാട് കാര്യങ്ങളൊന്നും ചെയ്യണ്ട, ചെറിയ കാര്യമാണെങ്കിൽ പോലും നമുക്കത് വലിയ കാര്യമായി മാറും. രാവിലത്തെ പണികളെല്ലാം ഒതുങ്ങിയതിന് ശേഷമാണ് ഞാൻ ഫോൺ നോക്കാനിരുന്നത്. പണികൾ ഒതുങ്ങാതെ ഫോൺ എടുത്താൽ പിന്നെ പണികളുള്ളത് ഞാനങ്ങ് മറക്കും. അതിനുശേഷം ഞാൻ പോയി കുളിച്ചു വന്നു. അതിനുശേഷമാണ് ഞാൻ ലഞ്ച് ഉണ്ടാക്കാൻ നിന്നത്. മോൻ എഴുന്നേൽക്കുന്നതിന് മുമ്പ് ലഞ്ച് റെഡിയാക്കാമെന്നാണ് വിചാരിച്ചത്. കുട്ടികൾക്ക് ഇപ്പോൾ ഒരാഴ്ചയായിട്ട് നല്ല പനിയും ചുമയുമാണ്. ക്ലൈമറ്റ് ഇപ്പോൾ നന്നായിട്ട് ചേഞ്ച് ആയിട്ടുണ്ട്. അതിൻ്റെ എല്ലാ ബുദ്ധിമുട്ടുകളും എല്ലാവർക്കും ഉണ്ട്. മോനാണെങ്കിൽ എന്തസുഖം വന്നാലും മരുന്ന് തീരെ കഴിക്കാത്ത ഒരാളാണ്. ഞാൻ കിച്ചണിലേക്ക് കയറിയപ്പോൾ തന്നെ മോൻ എഴുന്നേറ്റ് വന്നു. പിന്നെ അവനെ ഒന്ന് സമാധാനിപ്പിച്ച് അവിടെ ഇരുത്തിയിട്ട് ഞാൻ അവനിക്കുള്ള ഫുഡ് എടുക്കാൻ വന്നതാണ്. അവന് ഒരുപാട് ഇഷ്ടമുള്ളൊരു ഫുഡാണ് ഈ കിച്ചടി. കിച്ചടിയാണ് കൊടുക്കുന്നതെങ്കിൽ അവനൊരു മടിയും കൂടാതെ കുറച്ചെങ്കിലും കഴിക്കും. എഴുന്നേറ്റ് വന്നപ്പോഴേ ആൾക്ക് നല്ല പനിയുണ്ട്. അതുകൊണ്ട് ഞാൻ ഉണ്ടാക്കിയ ഫുഡൊന്നും കൊടുത്തിട്ട് കഴിക്കുന്നില്ല. അതാണ് അവനിക്കിഷ്ടമുള്ള ഫുഡ് ഉണ്ടാക്കി കൊടുക്കാമെന്ന് വിചാരിച്ചത്. ഒരു 2-3 വിസിൽ കൊണ്ട് എന്തായാലും ഈ ഫുഡ് റെഡിയാവും. കരഞ്ഞു തുടങ്ങിയാൽ പിന്നെ ഫുൾ ടൈം കരച്ചിലായിരിക്കും. പിന്നെ എന്നെക്കൊണ്ട് ഒന്നും ചെയ്യാൻ സമ്മതിക്കില്ല. അപ്പോഴേക്കും ആൾ എൻ്റെ അടുക്കിലേക്ക് ഓടി വന്നു. പിന്നെ മോനെ എടുത്തിട്ടാണ് ബാക്കിയുള്ള കുറച്ച് കാര്യങ്ങൾ കൂടി ചെയ്തത്. മോനെ എടുത്തുകൊണ്ട് പണി ചെയ്യുന്നത് അവനിക്ക് നല്ല ഇഷ്ടമാണ് കേട്ടോ. ആളെൻ്റെ അടുത്ത് വന്ന് നിന്നപ്പോൾ തന്നെ നന്നായിട്ട് ചൂടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഒന്ന് ടെമ്പറേച്ചർ നോക്കിയിട്ട് സപ്പോസിറ്റർ വെക്കാമെന്ന് വിചാരിച്ചു. നോക്കിയപ്പോൾ പനി ഹൈ ആണ്. 2 ദിവസം മുമ്പ് കുട്ടികളുമായി ഞാൻ ഹോസ്പിറ്റലിൽ പോയതാണ്. മോൻ മരുന്ന് കഴിക്കാത്തതുകൊണ്ട് ഇനിയും പനി വരികയാണെങ്കിൽ എന്തായാലും ഹോസ്പിറ്റലിൽ പെട്ടെന്ന് തന്നെ വരണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഞാൻ ഇക്കാനെ പെട്ടെന്ന് വിളിച്ചിട്ട് ഡോക്ടർക്ക് ബുക്ക് ചെയ്യിച്ചു. പിന്നെ ഞാൻ വേറെ പണികൾക്കൊന്നും നിന്നിട്ടില്ല. എത്രയും പെട്ടെന്ന് പണികളെല്ലാം തീർത്തിട്ട് ഹോസ്പിറ്റലിലേക്ക് പോകണമെന്നുള്ള ചിന്ത മാത്രമായി. ഹോസ്പിറ്റൽ പോകുന്നതിന് മുമ്പ് ലഞ്ച് കൂടി റെഡിയാക്കിയിട്ട് വേണം പോകാനായിട്ട്.
ഒരാൾക്ക് ആഫ്റ്റർനൂണാണ് സ്കൂള്, അതുകൊണ്ട് അയാളെ വിട്ടിട്ട് വേണം എനിക്ക് ഹോസ്പിറ്റലിൽ പോകാൻ. വേറൊരു മോള് സ്കൂൾ കഴിഞ്ഞ് വരുന്നതും ഈ ടൈമിനാണ്. മോള് വന്നതിന് ശേഷം ഫുഡും കൊടുത്ത് റെഡിയാക്കിയിട്ട് വേണം എനിക്ക് ഹോസ്പിറ്റലിലേക്ക് പോകാൻ. 2:30 മണിക്കാണ് അപ്പോയിൻമെൻറ്റ്. ഇപ്പോൾ തന്നെ 1:30 മണി കഴിഞ്ഞു. പിന്നെ എല്ലാം പെട്ടെന്നായിരുന്നു. എന്ത് ചെയ്തു എന്ന് എനിക്ക് തന്നെ അറിയില്ല. അതിനിടയിൽ ഇക്ക വിളിച്ചു പറഞ്ഞു മോള് വന്നിട്ടുണ്ടെന്ന്. ഗ്യാസ് ഓഫ് ചെയ്തിട്ടിട്ട് ഞാൻ മോളെ വിളിക്കാൻ പോയി. അവളെ വിളിച്ചു വന്നതിന് ശേഷമാണ് ഞാൻ ബാക്കിയുള്ള പണികളെല്ലാം ചെയ്തത്. ചെമ്മീൻ ചോറാണ് ഞാൻ ഉണ്ടാക്കിയത്. ഇതിൻ്റെ റെസിപ്പി ഷൂട്ട് ചെയ്യണമെന്ന് വിചാരിച്ചതാണ്. പക്ഷേ മോൻ്റെ പനി കാരണം ഞാൻ അതൊന്നും വീഡിയോ എടുത്തില്ല. ഇനി ഒരിക്കൽ ഞാൻ ഷെയർ ചെയ്യാമേ. മോനിക്ക് ഞാൻ കഞ്ഞി കൂടി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അവൻ കുറച്ചേ കഴിച്ചുള്ളൂ. പിന്നെ പെട്ടെന്ന് തന്നെ പണികളെല്ലാം ഒതുക്കി ഞാൻ ഹോസ്പിറ്റലിലേക്ക് പോയി. താങ്ക് യു ഫോർ വാച്ചിങ്.